ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂരാണ്. ഞാൻ ആക്ച്വലി ഇവിടെ തഞ്ചാവൂരാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചുമ്മാ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇതാണ് കേട്ടോ ഞാൻ താമസിക്കുന്ന കല്യാണപുരം അഗ്രഹാരം. ഈ സ്ട്രീറ്റിൻ്റെ തന്നെ എൻ്റെ ഭാഗത്തൊരു പെരുമാൾ കോവിലുണ്ട്. അതിൻ്റെ റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ തഞ്ചാവൂരിൻ്റെ തന്നെ ഒരു പ്രതാപകാലത്ത് ബ്രാഹ്മിൻസൊക്കെ മെയിനായിട്ട് താമസിച്ചിരുന്ന ഒരു ഏരിയയാണിത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഷിഫ്റ്റായി പോയി. പക്ഷേ എന്നാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആംബിയൻസുകളുണ്ട്. നമ്മുടെ അഗ്രഹാരത്തിൻ്റെ തൊട്ടടുത്തൂടെയാണ് കേട്ടോ കാവേരി നദി ഒഴുകുന്നത്. പിന്നെ ഞാൻ സൺഡേയ്സൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴോ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈവനിങ് ഇവിടെ വന്നിരിക്കുന്ന നല്ല പോസിറ്റീവ് ആംബിയൻസ് ആണ്. അതേപോലെ ഇടയ്ക്കൊക്കെ ഫിഷിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഫിഷിംഗ് ഒക്കെ ചെയ്താലും കാര്യമായിട്ട് മീനൊന്നും അങ്ങനെ കിട്ടാറില്ല. പിന്നെ ഈ നദിയുടെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് അവിടെ ത്യാഗരാജസ്വാമി മണ്ഡപം വരുന്നത്. എല്ലാ ജനുവരിയിലൊക്കെ ഇവിടെ ഭയങ്കര കച്ചേരിയൊക്കെ നടത്താറുണ്ട്. യേശുദാസൊക്കെ വന്ന് പങ്കെടുക്കാറുണ്ട്. പിന്നെ അതേപോലെ അപ്പുറത്തെ സൈഡായിട്ട് അന്യം മൂവി ഷൂട്ട് ചെയ്ത കുറേ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തഞ്ചാവൂരിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആലപ്പുഴ, കുട്ടനാട് ആ ഒരു ഏരിയയൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അരിയല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ നിൽക്കുന്നിടത്തു നിന്നും ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ഉണ്ട്. സോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ലാസ്റ്റ് ജൂലൈയിൽ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തഞ്ചാവൂർ ടെമ്പിളിൻ്റെ സെയിം രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനും ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ കുംഭകോണം മെയിൻ ഹൈവേയിലോട്ട് കയറുകയാണ്. തമിഴ്നാടിൻ്റെ തന്നെ ഒട്ടുമിക്ക റോഡ് ഇൻഫ്രാസ്ട്രക്ചറെല്ലാം വളരെ ബെസ്റ്റാണ് നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാര്യം അവർക്ക് സ്പേസ് ഒരുപാടുണ്ട്. എവിടെ നോക്കിയാലും വിജനമായുള്ള സ്ഥലമാണ്. അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഏകദേശം ഒരു 4 ഇരട്ടിയോളം വലുപ്പമുണ്ട് ഏരിയ കമ്പയർ ചെയ്യുമ്പോൾ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും വളരെയധികം മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് തമിഴ്നാട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് 11-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. കൂടാതെ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ പെടുന്ന ഒരു ഇടം കൂടിയാണ്. ചോള സാമ്രാജ്യത്തിലെ തന്നെ ഒരു മഹാനായ രാജാവായിരുന്നു രാജേന്ദ്ര ചോളൻ. അദ്ദേഹം തൻ്റെ സാമ്രാജ്യം നോർത്ത് ഇന്ത്യയിലെ ഗംഗാനദി വരെ എക്സ്പാൻഡ് ചെയ്തതിൻ്റെ സൂചകമായിട്ട് അവിടുന്ന് ഗംഗാജലം കൊണ്ടുവന്ന് ഇവിടെ ഒരു പുതിയൊരു തലസ്ഥാനമായിട്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഇവിടം ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പേര് വന്നത്. സമയം വൈകുന്നേരമാണ്, അതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ആ ഒരു മാതൃകയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും പണികഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ നമുക്കിവിടെ ധാരാളം തത്തകളെയും പിന്നെ പ്രാവുകളെയും നമുക്കിവിടെ കാണാൻ കഴിയും. ചോള സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രൗഢി തന്നെയാണ് ഈ ക്ഷേത്രം. അന്നത്തെ കാലത്തെ ആൾക്കാരൊക്കെ എത്രത്തോളം ക്രിയേറ്റീവാണെന്നും അന്നത്തെ ശാസ്ത്രീയ അറിവുകൾ എത്രത്തോളം വലുതായിരുന്നുവെന്നും ഇവിടുത്തെ സ്കൾപ്ചേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം. ചോളന്മാരുടെ ഈ ക്ഷേത്രം ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്. ഈ ഒരു കംപ്ലീറ്റ് പഴമയുടെ ഫീല് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുത്തെ നന്ദിയുടെ ശില്പം ചന്ദ്രകാന്ത എന്നൊരു സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് അകത്ത് തണുപ്പും തണുപ്പ് കാലത്ത് അകത്ത് ചൂടും ഇത് നൽകും. So if you guys are coming near Tanjavur side, just take few hours and visit here. It will be worth.